ഞങ്ങൾക്ക് റാണി എന്ന് പറഞ്ഞ കുതിര ഉണ്ടായിരുന്നു. അടുക്കള വരും, അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. പിന്നെ തള്ളി ഇവര് തന്നെ പിന്നെ ഫയർഫോഴ്സ് തന്നെ അതിനുള്ളിൽ നിന്ന് പുറത്തിറക്കണമെങ്കിൽ ഇതെങ്ങാനും ഇവള് വാല് തുറന്ന അകത്ത് കയറി അരിയും ചാക്ക് കണ്ടു ഇനി എന്ത് തിന്നും. പിന്നെ പിടിച്ചു വലിച്ചാലോ ഒന്നും നീങ്ങൂല്ല, ഇങ്ങനെ നിൽക്കുകയല്ലേ, കുതിരയുടെ പവർ എന്നൊക്കെ പറയില്ലേ. എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ ഈ ഒരു പയ്യൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങളെയൊക്കെ നോക്കാൻ നിൽക്കാന്ന് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു ദിവസം വന്നപ്പോൾ ഇവനിങ്ങനെ കൈ നീര് വെച്ചിരിക്കുകയാണ്. ഞാൻ പക്ഷെ എന്ത് പറ്റി ഇപ്പോൾ വീണായിട്ടാന്ന് തോന്നി. രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒടിഞ്ഞിരിക്കുക. പിന്നെ അത് പ്ലാസ്റ്റർ ഇടിച്ചിട്ട് ഇവിടുന്ന് ടാക്സി വിളിച്ച് അവനെ അടിമാലിൽ എത്തിച്ച് അവൻ്റെ വീട്ടിലെത്തിച്ച് കുറേ കഴിഞ്ഞ് പിന്നെ ഇത്ര കാര്യമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞ പഠിപ്പുള്ള ചെക്കനല്ലേ, നീ അങ്ങനെ വന്ന് ഇതിനെ നോക്കാനൊന്നും നിൽക്കണ്ട, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇവിടെ തരാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഈ റാണീനെ അവർക്ക് കൊടുത്തിട്ട് ഇതും കൊണ്ട് അങ്ങ് പോയി. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എവിടെ നിന്ന് മാരാരിക്കുളം ബീച്ചിൽ പോയി. ബീച്ചിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു കുതിര മുതത്ത് ആൾക്കാർ നടക്കണം ബീച്ചിൽ. അപ്പം ഞാൻ വെച്ചോണ്ട് നമ്മുടെ റാണീനെ പോലെ തന്നെ ഇരിക്കണല്ലേ എന്ന് തോന്നി. ഞങ്ങളും പറഞ്ഞ റാണീനെ പോലെ ഉണ്ട്. അപ്പം ആ കൊച്ചു പറയേ ഇത് നിങ്ങളുടെ റാണി തന്നെയെന്ന്. പിന്നെ അവിടെ ഇരുന്ന് കരച്ചിലും ബഹളായ എല്ലാം കഴിഞ്ഞ് പിടിച്ച് പറിച്ച് കൊണ്ടുവന്ന് പിന്നെ അതൊക്കെ അങ്ങ് സോൾവ് ആയി. പിന്നെ അവർ അത് പ്രഗ്നൻ്റ് ആണെന്ന് വന്ന് പറഞ്ഞു ഇയാളോട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു സങ്കടമൊക്കെ മാറി. പിന്നെ അവളുടെ അടുത്ത് കുറേ ഇരുന്ന് ഞങ്ങളെല്ലാം തടവിയൊക്കെ കൊടുത്തില്ല. അവർക്ക് ഞങ്ങൾ കറക്റ്റ് മനസ്സിലായി. നല്ല തുടുത്തിരുന്ന വെച്ചാൽ ആൾ കണ്ണിൽ ഇവിടെ അല്ലേ കുഴി, ഭയങ്കര കുഴി അതിൻ്റെ ഉള്ളിലേക്ക്. അതിങ്ങനെ സ്ട്രെസ് ചെയ്ത് നടക്കണതിൻ്റെ എന്തോന്നാണ്. അപ്പോൾ ഞങ്ങൾ വെച്ച് ഇങ്ങനെ പ്രഗ്നൻ്റ് അല്ല എന്തിനാ ഇങ്ങനെ നടത്തണതിന് ആൾക്കാരൊക്കെ പറയും അത് വേണം ചേട്ടാന്ന് പ്രഗ്നൻസി ടൈമിൽ. അത് അവന് തോന്നിയത് മൃഗത്തിൻ്റെ കാര്യത്തിലായാലും കുഴപ്പമില്ല. ഇനി വീട്ടുകാരുടെ കാര്യത്തിലും കൂടെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് ആളുടെ മുഖത്ത് കൊണ്ട് നാളെ കയറ്റിയിരുത്തോന്നും അറിയില്ല. എന്നാലും അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ അത്ര സ്നേഹത്തോട് കൊടുത്തതാ. എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് മാത്രമേ ഈ ഒരു സ്പേസ് ഉള്ളത് തോന്നുന്നുണ്ട് അല്ലേ. നമ്മുടെ വേറെ ഒരു സ്ഥലത്തും ഇല്ല ഈ ഒരു സ്പേസ്. ഇവിടെ പക്ഷേ ആക്ച്വലി കുറച്ച് ഗാർഡനിങ് പരിപാടി ഉണ്ട് ചേച്ചിക്ക്. ചേച്ചിയാണോ? ഇതൊക്കെ ഒന്നുമല്ല, ഇതിൽ കൂടുതൽ എനിക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നതാ, ഒരുപാട് പച്ചക്കറി തോട്ടം ഉണ്ടായിരുന്നത്. ഇവിടെ കുരുമുളക് ഇതാ കണ്ടോ, ഈ കുരുമുളക് വെച്ചിട്ടാണ് മീൻകറി ഉണ്ടാക്കണേന്നല്ല മീൻ വറക്കണേ. ചാള വറക്കാം, പച്ചക്കുരുമുളക് അരച്ചിട്ട് ചാള വറക്കാം. താറാവ് കറിയില്ലേ അത് പച്ചക്കുരുമുളകിൽ വെക്കാം. പിന്നെ ഇത് പച്ചക്കുരുമുളകും മൈലാഞ്ചിയും കൂടി ചേർത്ത് കേര മീനില്ലേ, മൈലാഞ്ചി പച്ചക്കുരുമുളക്. ആ മുളക് തിന്ന മൈലാഞ്ചിയുടെ ചുവപ്പും വരും, കുരുമുളകിന്റെ എരിവും വരും. ചൂരെന്ന് പറഞ്ഞ മീൻ മാത്രം അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ, കേര വങ്ങൽ. ഇത് കറ്റാർവാഴ, പനിക്കൂർക്ക, കറ്റാർവാഴ തന്നെ. കറി വെക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ച ഒരാള് അങ്ങനെയൊക്കെ റെസിപ്പി വരില്ലേ, പറയാൻ പറ്റില്ല. നീ വീട്ടിൽ ചെല്ലുമ്പോ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. പച്ചക്കുരുമുളക് ഇവിടെ നിന്ന് കൊണ്ടുവെക്കോ, മൈലാഞ്ചി എവിടെന്നെങ്കിലും ഒപ്പിച്ചോ.